ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് അത്യാവശ്യ കാര്യങ്ങളാണ്. ഹായ് ഫ്രണ്ട്സ്, മാസ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മറ്റൊരു ചാനലിൽ വന്ന ഒരു കമൻറ്റിനെ കുറിച്ച് പറയാം. ആ ചാനലിൽ അത് മാസ് ബിസിനസ് എന്നാണ് ചാനലിൻ്റെ പേര്. ബിസിനസ് പരിചയപ്പെടുത്തുന്ന ചാനലാണ്. ഞങ്ങൾ ഒരേ സ്ഥലങ്ങളിലെല്ലാം പോയി മെഷീനറീസ്, കുറേ ഷോപ്പുകൾ, ഹോൾസെയിൽ ഷോപ്സ്, മാനുഫാക്ചറിങ് യൂണിറ്റ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി വീഡിയോ എടുത്ത് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ്. ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ്, കൂടുതലും നെഗറ്റീവ് കമൻറ്റ്സ് തന്നെയാണ് അതിൽ വരാറ്. അതിൽ വന്ന ഒരു നെഗറ്റീവ് കമൻറ്റ് ഞാൻ പറയാം. അതിലൊരുത്തം പറയുന്നത്, വേറെ വല്ല ജോലിക്കുമ്പോൾ മാഷേ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്, ആർക്കും തുടങ്ങാം. ഇതാണ് കമൻറ്റ്. ആ കമൻറ്റ് വായിച്ചപ്പോൾ, അത് ശരിക്കൊരു നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ പോലും അത് വായിച്ചപ്പോൾ ഞാനതിന് ലൈക്ക് അടിച്ചു. ആ കമൻറ്റിന് ലൈക്ക് അടിച്ചു. എനിക്ക് ചിരിയാണ് വന്നത്. കാരണം യൂട്യൂബിനെക്കുറിച്ചോ ആ ചാനൽ തുടങ്ങി അതിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ചോ യാതൊരു ധാരണയുമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കുള്ളൂ ആ കമൻ്റ് ഇട്ടത്. യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഒന്നാമതായി ഇത് പറയാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത് വളരെ സിമ്പിളാണ്. ഒരു ഇമെയിൽ ഐ ഡിയും ഒരു 2-3 മിനിറ്റ് നമ്മുടെ കയ്യിലുമുണ്ടെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. പക്ഷേ അത് മോണിറ്റൈസ് ചെയ്യുകയും അതിൽ നിന്ന് വരുമാനം നേടുകയും എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഇനിയാണ് ഞാൻ സബ്ജക്റ്റിലേക്ക് കടക്കാൻ പോകുന്നത്. വരുന്ന ഫെബ്രുവരി മുതൽ യൂട്യൂബിൻ്റെ പല പോളിസികളും മാറ്റം വരും. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. 8,000 വാച്ച് അവർ കിട്ടണം മോണിറ്റൈസ് ചെയ്യാൻ. അതുപോലെ തന്നെ 20,000 ഷോർട്ട് വ്യൂസ് വേണം 3 മാസത്തിനുള്ളിൽ. ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു അപ്ഡേറ്റ്സാണ് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വന്നിട്ടുള്ളത്. നേരത്തെ നമുക്ക് ഷോർട്ട് വീഡിയോസിന് വരുമാനം കിട്ടുമായിരുന്നു. അതായത് ഏകദേശം ഒരു 1,00,000 ഷോർട്ട് വീഡിയോസ് വ്യൂസ് ഉണ്ടെങ്കിൽ $1 ഒരു ആവറേജ് കണക്കാണ് ഞാൻ പറഞ്ഞത്. അത് കൂടുതൽ ടൈമൊക്കെ കാണണമെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഒരു ആവറേജ് 100K വ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോസിന് $1 കിട്ടും. പക്ഷേ പുതിയ പോളിസി അനുസരിച്ച് 3 മാസത്തിനുള്ളിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് വീഡിയോസിനും വരുമാനം കിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഓരോ 3 മാസവും 10 മില്യൺ വ്യൂസ് കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അല്ല. ഇതാണ് ഒരു അപ്ഡേഷൻ. മറ്റേ അപ്ഡേറ്റ് നാം നേരത്തെ പറഞ്ഞതുപോലെ 8,000 വാച്ച് അവർ വേണം മോണിറ്റൈസ് ചെയ്യാനെന്നുള്ളത്. അത് മോണിറ്റൈസ് ചെയ്യാനിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റും ഇത് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുള്ളവർക്കുള്ള അപ്ഡേറ്റുമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് യൂട്യൂബിൽ വീഡിയോസ് ഞാൻ കണ്ടു. എല്ലാവരും നെഗറ്റീവ്സാണ്. അതായത് യൂട്യൂബ് നമ്മളോട് ചെയ്ത ചതി, ഇനി ആർക്കും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടില്ല, യൂട്യൂബിലുള്ള എല്ലാ യൂട്യൂബർമാരും പൂട്ടി വീട്ടിലിരിക്കണം, യൂട്യൂബ് ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഈ രീതിയിലുള്ള കമൻറ്റുകളും ഈ രീതിയിലുള്ള വീഡിയോസും കണ്ടു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊന്നും ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം സിമ്പിളാണ്. ആർക്ക് യൂട്യൂബിനെ അതിൻ്റേതായ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുന്നവർക്ക് ഇതൊന്നും ഒരു ക്രൈറ്റീരിയയേ അല്ല. ഇതെല്ലാം അച്ചീവ് ചെയ്യുക എന്നത് വളരെ സിമ്പിളാണ്. ഒരാളും ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വന്നു എന്ന് കരുതി നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും വേണ്ട. എല്ലാവർക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അതിനുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, സ്ഥിരമായൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കും, അതൊരു നമ്മുടെ ഉദാഹരണത്തിന് ഒരാളൊരു ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരാളൊരു ജോലിക്ക് പോകുന്നു. നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ്: രാവിലെ പോകുന്നു, 8 മണിക്ക് ജോലിക്ക് കയറുന്നു, വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്യുന്നു, വീട്ടിലെത്തുമ്പോൾ ഒരു 6 മണിയാകുന്നു. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസവും നമ്മൾ വർക്കിലാണ്. നമുക്ക് മാസം വരുമാനം കിട്ടുന്നു. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇത് തന്നെ. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ അതിനൊരു സൈഡായിട്ട് ഒരു
ഒരു അഡീഷണൽ ഇൻകമായിട്ട് കാണുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ളവർക്കാണ് ഇത് ബുദ്ധിമുട്ട്. അത് ഈ യൂട്യൂബ് ചാനൽ എന്നുള്ളതൊരു ബിസിനസ്സായോ അല്ലെങ്കിൽ ഒരു ജോലിയായോ അതിൻ്റേതായ ഗൗരവത്തോടുകൂടി കണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്കിത് വളരെ 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 സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു ദിവസം ഒരു വീഡിയോ എടുക്കുക. അത് നിങ്ങളുടെ മൊബൈൽ ഫോണിലാകാം, അല്ലെങ്കിൽ ക്യാമറ ഉള്ളവരാണ് ക്യാമറയിലാവാം. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ കാറ്റഗറിയിൽപ്പെട്ട ഒരു നല്ല കണ്ടൻറ്റിനെ വളരെ ക്ലിയറായിട്ട് വീഡിയോ എടുക്കാൻ മാക്സിമം 1 അവർ മതി. നല്ല രീതിയിൽ വീഡിയോ എടുക്കുക, കുറേ ക്ലിപ്പായിട്ട് ഷോർട്ടായിട്ട് വീഡിയോ എടുത്ത് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ട് വീഡിയോ എടുക്കാം. അത് എഡിറ്റ് ചെയ്യാനും 1 മണിക്കൂർ മതി, അപ്ലോഡ് ചെയ്യാൻ ഒരു അരമണിക്കൂർ. പിന്നെ ഇതേ വീഡിയോ തന്നെ അതിൻ്റെ നമ്മൾ എടുക്കുന്നത് ഒരു 9 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ അതിൽ നിന്നൊരു 15 ഷോർട്ട് വീഡിയോ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ദിവസവും 15 ഷോർട്ട് വീഡിയോ എടുക്കേണ്ട, അതിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു 6-7 വീഡിയോസ് ഷോർട്ട് വീഡിയോ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത്രയും വർക്ക് ചെയ്യാനായിട്ട് മാക്സിമം ഒരു 5 മണിക്കൂർ മതി. ഈ 5 മണിക്കൂർ ഡെയിലി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതിൽ നിന്ന് കട്ട് ചെയ്ത 7 ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം 7 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട് വീഡിയോൻ്റെ വ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്, 7-10 വരെയും ചെയ്യാം. എപ്പോഴും ഷോർട്ട് വീഡിയോ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം 30-35 സെക്കൻഡിൽ കൂടുതൽ ഷോർട്ട് വീഡിയോയിന് ദൈർഘ്യം പാടില്ല. നമ്മളൊരു 30 സെക്കൻഡുള്ള വീഡിയോസ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 10 മിനിറ്റുള്ള ലോങ് വീഡിയോയിൽ നിന്ന് 20 വീഡിയോ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഒരു 10 ഷോർട്ട് വീഡിയോ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഡെയിലി അപ്ലോഡ് ചെയ്യുക. അത് 1 മണിക്കൂർ അരമണിക്കൂർ ഗ്യാപ്പിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്ലോഡ് ചെയ്യാൻ വലിയ ടൈമൊന്നും വേണ്ട. ഇതെല്ലാം ഒരു പ്രൊഫഷനായിട്ട് വളരെ സിമ്പിളായിട്ട് ഡെയിലി നമ്മളൊരു ജോലിയായിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ 90 ദിവസം കൊണ്ട് 900 വീഡിയോസ് അപ്ലോഡ് ചെയ്യും. 900 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് വീഡിയോന് 12,000 വ്യൂസ് കിട്ടിയാൽ തന്നെ, ആവറേജ് വ്യൂസ് കിട്ടിയാൽ 3 മാസം കൊണ്ട് നമുക്ക് 10 മില്യൺ വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ആവറേജ് 12,000 വ്യൂസ്. പക്ഷെ നമ്മൾ ഡെയിലി 10 ഷോർട്ട് വീഡിയോ ഇട്ടാൽ അതിലേതെങ്കിലും ഈ 900 വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു 100 വീഡിയോ വൈറലായിരിക്കും. അപ്പോൾ 90 ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസ് കിട്ടുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് ഒരു ലോങ് വീഡിയോയും 5 ഷോർട്ട് വീഡിയോയും ഡെയിലി ഇട്ടെങ്കിൽ മാത്രം, വല്ലപ്പോൾ മാസത്തിലൊരു വീഡിയോ 2 വീഡിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ അങ്ങനെ ഇടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൈറ്റീരിയ പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക തന്നെ വേണ്ട. ഇതൊരു പ്രൊഫഷനായി വളരെ ക്ലിയറായിട്ട് ഇതിനൊരു വരുമാനം വേണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നവർക്ക് പുതിയതുമായിട്ട് വന്നിട്ടുള്ള യൂട്യൂബിൻ്റെ എല്ലാ പോളിസിയും അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്, ഇങ്ങനെയുള്ള നെഗറ്റീവ് വീഡിയോസ് കണ്ട് ആരും ഭയപ്പെടേണ്ട, വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം. നമുക്കൊരുമിച്ച് നമ്മുടെ എല്ലാ ചാനലും മോണിറ്റൈസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.